എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ബീഫ് വെച്ചിട്ടുള്ള നല്ലൊരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് വേറെ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന തക്കാളി വലുതാണെങ്കിൽ ഒരു അരമുറി എടുത്താൽ മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കറിയിൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറിയിൽ നമ്മൾ സവാളയൊന്നും വഴറ്റി ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ നല്ല ഈസിയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കറിയിൽ മല്ലിപ്പൊടി അതുപോലെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാല പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം അധികം ചേർത്ത് കൊടുക്കണ്ട, കാരണം ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മളെടുക്കുന്ന ബീഫിനും അതുപോലെ കുക്കറിനൊക്കെ അനുസരിച്ച് വിസിലടിക്കുന്നതിൽ വ്യത്യാസം വരും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നോട്ടെ. ഇനി ഞാനിവിടെ ഒരു 12 കാഷ്യൂ നട്ട് ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. പിന്നെ കാഷ്യൂ നട്ട് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതിന് പകരം നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദയോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ഇപ്പോൾ എല്ലാ വീട്ടിലും കാഷ്യൂ നട്ട് ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. അത് ഒറ്റ പാലെടുത്താൽ മതി. 1-ാം പാലും 2-ാം പാലും ഒന്നും എടുക്കണ്ട. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബീഫൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ആ കാഷ്യൂ നട്ടൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനിനി തീ ഓഫ് ചെയ്യുകയാണ്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചുകൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അവസാനം ഇതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു കറി ഇരിക്കുന്തോറും കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വെച്ചിട്ടുള്ള സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.